ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ ഡിന്നറിനൊക്കെ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. കൂടുതലായി ഒന്നും പറയുന്നില്ല, റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് സവാള ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 2 പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനത് ഡിന്നറിന് വേണ്ടി തയ്യാറാക്കിയതാണ്. അപ്പോൾ രാത്രിയിൽ കറിവേപ്പില എടുക്കാൻ ഇറങ്ങാനുള്ളൊരു മടി കൊണ്ട് കറിവേപ്പില ചേർത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് തയ്യാറാക്കുമ്പോൾ ഒരുപാട് എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ചെറിയൊരു എരിവ് നല്ലതാണ്, പക്ഷേ ഒരുപാട് എരിവായി കഴിഞ്ഞാൽ കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പോൾ എരിവ് കുറച്ച് ചേർത്താൽ മതിയാകും. ഇനി നമുക്കിതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അളവിലുള്ള റവയാണ്. റവ പൊടിച്ചിട്ടൊന്നുമല്ല, വറുത്തതുമല്ല. വറുത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1 കപ്പ് അളവിൽ റവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രാവിലെ തയ്യാറാക്കിയ അപ്പത്തിൻ്റെ ബാക്കി വന്ന മാവാണ്. അപ്പോൾ ഈ ഒരു മാവ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ഏകദേശം 1 കപ്പ് അളവിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പത്തിൻ്റെയോ ദോശയുടെയോ ബാക്കി വന്നിട്ടുള്ള മാവ് നമുക്ക് ഇതുപോലെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് അളവിൽ അരിപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് അളവിൽ മൈദാമാവാണ്. മൈദാമാവ് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഇത് തയ്യാറാക്കാം. ഞാൻ പക്ഷേ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ റവയാണല്ലോ ചേർത്ത് കൊടുത്തത്, അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒഴിക്കുന്ന ആ ഒരു വെള്ളം എല്ലാം തന്നെ ഇത് അബ്സോർബ് ചെയ്യും. അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പം അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ ചേർത്ത് ഇത് നമുക്ക് മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. മാറ്റി വെച്ച ശേഷം വീണ്ടും ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഞാനിതൊരു 10 മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം 10 മിനിറ്റിന് ശേഷമുള്ള അവസ്ഥയാണ്. അപ്പോഴും ഇത് നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സവാളയും പച്ചമുളകും അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞ ശേഷമാണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഇത്രയും ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റിന് ശേഷം ചുടുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റ് നമുക്ക് കിട്ടുക. ആ വെളുത്തുള്ളിയുടെയും സവാളയുടെയും ഒക്കെ ഒരു ഫ്ലേവറും ആ എരിവും ഒക്കെ ഈ മാവിലേക്കൊന്ന് ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നത്. ഇനി ഇത് നന്നായി ചൂടാക്കിയ ഒരു പാനിലോ അല്ലെങ്കിൽ ദോശക്കല്ലോ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി ഇത് ചുട്ടെടുക്കുമ്പോൾ ഒരുപാട് കനമൊന്നും കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ മതിയാകും. ഈ ബാറ്ററിന് ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും. അപ്പോൾ നമുക്ക് ഇത് കല്ലിലൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത ശേഷം ഒരു ഭാഗം ഒന്ന് കുഴികളൊക്കെ വീണ് അപ്പത്തിൻ്റെ മാവ് നമ്മൾ ചേർത്ത് കൊടുത്തതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ ചെറിയ ഹോൾസൊക്കെ വരുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിച്ചാലും നല്ലതാണ്. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഏതാണ് നമുക്ക് താല്പര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് മൊരിയിച്ചെടുക്കാവുന്നതാണ്. ഇത്രയുമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റെസിപ്പി. പിന്നെ ഇത് തയ്യാറാക്കി ചൂടോടുകൂടി സെർവ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ലത് വെറുതെ കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ തയ്യാറാക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഈസി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.